പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഇപ്പം മന്ത്രിസഭ രൂപീകരണമൊക്കെ കഴിഞ്ഞു, എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്തു. ഇനി അടുത്ത ഘട്ടം MLA മാർ സത്യപ്രതിജ്ഞ ചെയ്യണം. MLA മാർ സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് പിന്നീടാണ് അവരിൽ നിന്നൊരു സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതുവഴി ഒരു പ്രോട്ടൈം സ്പീക്കറുണ്ട്. ആ പ്രോട്ടൈം സ്പീക്കറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ജി സുധാകരനെയാണ്. അപ്പം വളരെ കൗതുകത്തോടുകൂടി നമ്മൾ കാണുന്നത് 21-ാം തീയതിയാണ് ജി സുധാകരൻ്റെ മുമ്പിലാണ് MLA മാരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. അപ്പോൾ ആ കൂട്ടത്തിൽ ജി സുധാകരൻ്റെ മുമ്പിൽ പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു കൗതുകരമായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ചെയ്യാൻ ചാൻസ് ഇല്ല. ചെയ്തില്ലെങ്കിൽ പിന്നീട് പുള്ളിക്ക് യഥാർത്ഥ സ്പീക്കറായി കഴിഞ്ഞിട്ട്, റെഗുലർ സ്പീക്കർ തിരുവഞ്ചൂർ ആയി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്യാം. കാര്യം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവരൊക്കെ കുലംകുത്തികളാണ്. അവരെ ഈ ചെറ്റ എന്നൊക്കെ വിളിച്ചവരെ പിന്നെ സാറെന്ന് വിളിക്കേണ്ട ഒരു ഗതികേട് പുള്ളിക്ക് വരും. അതുകൊണ്ട് ജി സുധാകരൻ്റെ മുമ്പിൽ ഈ പിണറായി വിജയൻ പോയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. 21-ാം തീയതി മിക്കവാറും പിണറായി വിജയൻ സഭയിൽ കാണത്തില്ല. അതല്ല, സഭയിൽ വന്ന് ജി സുധാകരൻ്റെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയാണെങ്കിൽ പിണറായി വിജയൻ്റെ ഒരു ഗതികേടെന്ന് ഓർത്തോണം. കുലംകുത്തി ചെറ്റ എന്നൊക്കെ പറഞ്ഞ പുള്ളിയുടെ മുമ്പിൽ സാർ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഒന്ന് തൊഴുതിട്ടൊക്കെ ആ സത്യപ്രതിജ്ഞയുണ്ട്. അങ്ങനെ ഒരു ഗതികേട് പിണറായി വിജയനുണ്ടാകും. അത് ഒഴിവാക്കുമായിരിക്കും പിണറായി വിജയൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം 21-ാം തീയതി ഈ പിണറായി വിജയൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ആകാംക്ഷയോട് കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.